അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അബൌട്ട് സെറ്റിങ്സ്, പബ്ജി സെറ്റിങ്സിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. അങ്ങനെ ഞങ്ങളുടെ സെറ്റിങ്സ് സെറ്റ് ചെയ്യാം എന്ന്. കൺട്രോൾസിൽ പോവാം. മെയിനായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞുള്ളൂ, ബാക്കിയൊന്നും പറയാനുള്ള. ബോൾട്ട് ആക്ഷൻ, റിപ്പിൾ ആൻഡ് ക്രോസ് ഫയർ ബോം, ക്രോസ് ബോ ഫയറിംഗ് മോഡ്. ആ റിലീസ് ചെയ്യുന്നവരാണെങ്കിൽ ടാപ്പ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ ടാപ്പ് റിലീസ് ഉണ്ട്. ടാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ഫയർ ആവും. റിലീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെക്കിയിട്ട് അത് വിടുന്ന ടൈമിൽ ആ ബട്ടണിൽ ഫിംഗർ വിടുന്ന ടൈമിൽ ഫയർ ആവുള്ളൂ. അതേപോലെ തന്നെ ഷോട്ട് അതിൻ്റെ ടാപ്പ് റിലീസ്. പിന്നെ സ്കോപ്പ് സെറ്റിങ്സ്, സ്കോപ്പ് മോഡ്. സ്കോപ്പ് എങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ അത് ഓപ്പണായി വരും. പിന്നെ ഹോൾഡ് ആണെങ്കിൽ ഹോൾഡ് ചെയ്ത് പിടിക്കണം. പിന്നെ മിക്സറുണ്ട്. മിക്സർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര 3 സെക്കൻഡ്സ് എന്തോ ഞെക്കി അത് ഓണായിട്ടിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അത് പോവും, പിന്നെ നോർമൽ മോഡിലേക്ക് വരും. പിന്നെ ക്യാമറ റൊട്ടേഷൻ വൈൽ ഏരിയസ് അത് ഞാൻ എനേബിളാക്കി ഇട്ടേക്കാണ്. എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഫയർ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിങ് റൂമിൽ പോവാം. ട്രെയിനിങ് റൂമിൽ പോകുമ്പോൾ നമ്മൾ ഈ ഫയർ മനസ്സിലായോ? പക്ഷേ ഇത് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഡിസേബിൾ ADS ഓണാവില്ല. ഉണ്ടോ? എനേബിൾ കൊടുത്താൽ ക്യാമറ മൂവ് ആവുന്ന ടൈമിൽ ഫയറിങ് ബ്ലോക്ക് ആവും. അപ്പോൾ നമ്മൾ അഡ്വാൻസിൽ പോയിട്ട് ബേസിക്കിൽ പോയിട്ട് ഡിസേബിൾ കൊടുക്കാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. ബാക്കിലേക്ക് പോവാം. ലോബി. ഈ ലോബിയിലോട്ട് പോകണമെങ്കിൽ നമുക്ക് ഓരോരോ സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. അത് ഇതിൽ തന്നെ എടുക്കാം, മാറിപ്പോയി. ഇതിൽ കൂടെ തന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് നമുക്കത് നോക്കണ്ട. കൺട്രോൾസ് വഴി കൺട്രോൾസിൽ കാൻറ്റഡ് സൈറ്റ് ബട്ടൺ, നമുക്ക് സ്കോപ്പ് അല്ലാത്ത വേറൊരു സംഭവമുണ്ട്. അത് സ്വിച്ച് ചെയ്യണമെങ്കിൽ സ്വിച്ച് ചെയ്യാം. ഫോക്കൽ ലെങ്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, അത് നമ്മുടെ മറ്റേ സ്കോപ്പ് ഓൺ ചെയ്യുമ്പോൾ 6x to 8x to 6x ഉണ്ടല്ലോ, അത് അഡ്ജസ്റ്റ് ചെയ്യണം. ടാപ്പ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം, ഹോൾഡ് ചെയ്ത് കുറയ്ക്കാം. പിന്നെ പീക്ക് എന്ന് നമുക്കറിയാം, ഇതാണ് പീക്ക് ബട്ടൺ. ഓക്കെ, പീക്ക്. പിന്നെന്ന് പറയുന്നത് പീക്കിൻ്റെ ഓപ്പൺ സ്കോപ്പ്. പീക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ എൻ്റെ പീക്ക് ഓപ്പൺ സ്കോപ്പാണ്. പീക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ഓപ്പൺ സ്കോപ്പ് ഓൺ ആക്കി വരും. ഓക്കെ, പിന്നെന്നുള്ളത് ക്യാമറ റൊട്ടേഷൻ ബൈ ലീനിങ്, അതൊക്കെയാണ് ഡിസേബിൾ ആക്കിയിട്ടേക്കാണ്. കാരണം നമുക്ക് ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറയിൽ ടച്ച് ചെയ്യണമെങ്കിൽ നമ്മളതൊക്കെ പൂരം അലമ്പായി പോകും. നമ്മൾ പറഞ്ഞാൽ അഡ്വാൻസ് കൺട്രോൾ. യൂണിവേഴ്സൽ മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഏതൊരു സ്ഥലത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കാറാണോ, സപ്ലൈസ് ആണോ, വെഹിക്കിളാണോ, എന്താ അത് മെൻഷൻ ചെയ്യും. മനസ്സിലായില്ല? നമുക്ക് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല ഓരോന്നായിട്ട്. നമ്മുടെ മെസ്സേജ് സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല. അതൊക്കെയാണ് സംഭവം. മാർക്ക് അസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു എയിം ചെയ്ത് ഒരാൾ എനിമീനെ അടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തോട്ട് നമ്മുടെ എയിം പോവും.
അതാണ് മാർക്ക് അസിസ്റ്റ്. പിന്നെ ഹെഡ് ഷോട്ട്, സൗണ്ട് എഫക്ട്സ്, ജമ്പ് ആൻഡ് ക്ലൈം മെർജ് ചെയ്തിട്ടേക്കാണ്. സെപ്പറേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആക്കി ഇടാം. ജമ്പ് ചെയ്യണതും ക്ലൈംബ് ചെയ്യണതും വേറെ ആയിട്ട്. പിന്നെ മെർജ് ക്രൗച്ച് ആൻഡ് പ്രോൺ ഇത് എനേബിൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, നമ്മളിപ്പോൾ ഇത് നമ്മളിരിക്കണത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കും. അതൊരു 1 സെക്കൻഡ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1 സെക്കൻഡ് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് നിൽക്കും. പിന്നെ വേറെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തെന്താണ് ത്രോബിൾ ക്യുക്ക് വീൽ. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ത്രോ ചെയ്യേണ്ട സംഭവങ്ങൾ, ത്രോ ചെയ്യേണ്ട സംഭവങ്ങളൊന്നും ഇല്ല. നമുക്ക് അവിടെ പോയി എടുക്കണം. ഒരു കാര്യം ചെയ്ത് എടുത്തത് കൂടി കാണിച്ചു തരാം. നമ്മുടെ സെലക്ട് ആവും ത്രോബിൾ ഗെയിം. നമ്മൾ ഈ ദൂരേക്ക് കയറിയണത് ഇങ്ങനെ ദൈവം നോക്കിയതില്ലേ, കുറേയൊക്കെ ഇങ്ങനെ സൈഡായിട്ട് നോക്കിയാൽ മതി. അപ്പം അറിയാൻ പറ്റുന്ന കുറച്ച് പണിയാണ്. സംഭവിച്ചിരിക്കുന്നു. സ്വിച്ചിലേക്ക് മാറ്റി FTP സ്വാപ്പെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫസ്റ്റ് പേഴ്സൺ FTPയിലേക്ക് പോകും. ഓക്കെ, പിന്നെ സ്ലൈഡിങ് ആണ്. മറ്റേ ഇങ്ങനെ അരലിങ്ങനെ ഇഴുകി പോവില്ലേ, ഒരു സംഭവമില്ല ഇങ്ങനെ ചാടിയതല്ല, ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകുന്നതായിട്ട് വീഡിയോ വെക്കണം. അതാണ് സ്ലൈഡ്. അത് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്തിടാണ് ഇഷ്ടമില്ലാത്തത്. കാരണം നമ്മൾ ജമ്പോ കൗച്ചോ കൂടി നീക്കിയിട്ടുണ്ടെങ്കിൽ ഇത് സ്ലൈഡാവും. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് ഡിസേബിൾ ചെയ്യാം. പിന്നെ TPP ഞാൻ 8281 ഇടാറ്. അത് നമുക്ക് അത്രയും മതി, അതിൽ കൂടുതൽ ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ സ്പ്രിൻറ്റിങ് ഇൻട്രപ്റ്റ് സ്പീക്ക് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, ഞാൻ പീക്ക് വെച്ചിട്ട് സ്പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകും. സ്പ്രിൻറ്റ് ചെയ്യുമ്പോൾ തന്നെ പോകും കേട്ടോ. സ്പ്രിൻറ്റിങ് എന്ന് പറഞ്ഞാൽ ജമ്പ്, അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇത്രേ ഉള്ളൂ. പിന്നെ എയിം അസിസ്റ്റ് ഒക്കെ നമുക്കറിയാം. ഓട്ടോമാറ്റിക് ഹിറ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ എയിം ചെയ്തിട്ട് കണ്ട ഇങ്ങനെ മാർക്ക് വരുമ്പോൾ എലിമിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരും. അതാണ് അതിൻ്റെ ഒരു വേറെ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഹീലിംഗ് പ്രോംപ്റ്റ്. അതൊക്കെ ഹീലിംഗ് ആയിട്ടുള്ള സംഭവം, മറ്റേ നമ്മുടെ ബാൻഡേജസ്, അതൊക്കെ നമ്മുടെ ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടത് വരും ഫ്രണ്ടിൽ തന്നെ.
അതൊക്കെ എനേബിൾ ചെയ്തിടാം. പിന്നെ കണ്ടിന്യൂസ്ലി യൂസ് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ബോക്സ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനൊരു സംഭവം പറ്റില്ല. ഇതാണ് ബ്ലോക്ക് സൈറ്റ്. ഇത്രേ ഉള്ളൂ. പിന്നെ ഗൈറോസ്കോപ്പൊക്കെ ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യിടാം. സ്കോപ്പ് ഓൺ ഓഫ് നമുക്ക് ഓഫാണ് നമ്മളൊക്കെ പദങ്ങൾ ഡീഫോൾട്ട് പാച്ച് ഫോളോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ട് ഫോളോ ആവും. പിന്നെ ഓട്ടോ ജമ്പ് ഡിസേബിൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോ ജമ്പ് ആവും. ഓട്ടോ ആയിട്ട് ജമ്പ് ആവും. നമ്മൾ ജമ്പ് ഓട്ടം ഞെക്കേണ്ട കാര്യമില്ല. അത് ഭയങ്കര ഡേഞ്ചറാണ്. ഇനി വരുമ്പോൾ നമ്മളതിൽ വിൻഡോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പണി തരും. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവരൊക്കെ എന്തിനാണ് വെച്ചേക്കെന്ന് അറിയില്ല. കാരണം ഇത് കണ്ട ജെന്റിയാണ് ഒബ്ജക്റ്റാണെന്നുണ്ടെങ്കിൽ അവിടെ ജമ്പാവും. ജെന്റിനെ കൊണ്ടിറങ്ങാണ് ഇല്ലൂടെ നോക്കട്ടെ. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാലോ. അത് ജമ്പാവണല്ലോ. അവിടെ പ്രസ് ആവണുണ്ടോ? ഓട്ടോ ജമ്പ് ഔട്ട്. എന്തിനു വെച്ചാൽ ഓട്ടോ ജമ്പൊക്കെ ഡിസേബിളാക്കി ഇട്ടിട്ടുണ്ട്. ടാപ്പ് ടു മാർക്ക് ലൊക്കേഷൻ റീലോഡ് ഇൻഡക്റ്റ് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഡിഫോൾട്ട് മിനി വെപ്പൺ ക്യാരിയറ്റ് ഡേഗർ കത്തിയോ മറ്റേ മെച്ചിട്ട് എന്ന് പറഞ്ഞാൽ വലിയ പതിവ് ഇറച്ചി വിട്ടുന്ന സാധനമാണ്. ഓട്ടോ ആക്കി മിലി വെപ്പൺ. അത് നമ്മൾ ഇപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളിപ്പോൾ താഴെ നമ്മളിൽ കത്തിയായിരിക്കും. നമ്മൾ വേറെ ഗണ്ണെടുക്കേണ്ടി വരും. ഗണ്ണ് സെലക്ട് ആകേണ്ടി വരും. അതാണ് ഇത് എനേബിൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മളിൽ വില ഇനി പറയുന്ന ടൈമിൽ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കയറിയിട്ടിരിക്കുന്നത് നമുക്ക് പണി കിട്ടും. അത് ഡിസേബിൾ ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിലെ കൺട്രോൾസ്. ഇവിടെ കൺട്രോൾസൊക്കെ ഞാൻ ഇത്രയാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ സെൻസിറ്റിവിറ്റി ഇത്രയാണ്. സെൻസിറ്റിവിറ്റി 100 കൊടുക്കണം. മാർക്ക് സ്റ്റൈലൊക്കെ മോഡാണ് കൊടുക്കുക. മോഡാണ് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. ഈ ഹൈറ്റിൽ വരും. ബ്ലോക്ക് ചെയ്യാത്ത രീതി. ദൂരേക്ക് ഇൻ ചെയ്യുന്നത് ഇപ്പോൾ കാണാൻ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ വേണ്ട ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ. ഓക്കെ ഗൈസ്, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.